ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എൻട്രി എടുത്തപ്പോൾ തന്നെ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. 55,200 പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്ത് 175 ക്വാണ്ടിറ്റി ആവറേജ് ഒരു ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത് 445 ആണ്. നമ്മളുടെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കതൊന്ന് പ്ലോട്ട് ചെയ്തേക്കാം. ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് പ്ലോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാ. ഇതാണ് നമ്മളുടെ ഒരു എൻട്രി. ഈ ഒരു ക്യാൻഡലിൻ്റെ ജസ്റ്റ് മേബവ് ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നിൽക്കുന്നത്. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ആയിരിക്കും ടാർഗറ്റ്. ഇപ്പോൾ ഒരു 1,400 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ. അത്യാവശ്യം താഴത്തോട്ടൊരു മൊമെൻറ്റം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് വയ്ക്കാം. ഇനിയിപ്പോൾ അല്ല ഒരു നെഗറ്റീവിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസും വയ്ക്കാം. ഇപ്പോൾ ഒരു 2,000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 8,000+ൻ്റെയാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ പ്രീമിയം വൈസ് ആണെങ്കിൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെ 55,200 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. ജസ്റ്റ് ഒരു റിട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൊമെൻറ്റം അല്ല, എനിക്ക് ഇതിൻ്റെ അകത്തൊരു നല്ലൊരു മൊമെൻറ്റം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനിയിപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു മൊമെൻറ്റം വന്നാൽ സ്പൈക്കിൽ നമ്മളുടെ ടാർഗറ്റ് നമുക്ക് മിസ് ഔട്ട് ആവണ്ട. നമ്മളുടെ ടാർഗറ്റ് നമുക്ക് വച്ചേക്കാം 495. അത്യാവശ്യം ഒരു 3,000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. 495 നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയ 445 അത്യാവശ്യം നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് ചെറിയൊരു നെഗറ്റീവിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും റിസ്ക് എടുക്കേണ്ട. മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ, നമ്മളുടെ ടാർഗറ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 445 നമ്മളുടെ എൻട്രി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 422-ഉം 423 വയ്ക്കാം 0.5. അപ്പോൾ 423-യും 424 ട്രിഗർ വന്നിട്ട് 424-ഉം വയ്ക്കാം. മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീണ്ടും നമ്മുടെ ഒരു എൻട്രി പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു എൻട്രി ലെവലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു ബെയറിഷ് ക്യാൻഡിലായിരുന്നു ഫോം. എഗെയിൻ ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് ഫോളോ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റാക്കി പ്ലേസ് ചെയ്തേക്കാം. അത്യാവശ്യം നല്ലൊരു ഫോളോ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു 3,000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് 495 ഞാൻ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ഒന്നും കൂടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്.
ട്രേഡേഴ്സ് മാർക്കറ്റ് ഒരു 6000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് ടെൻഷനില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്തേക്കാം. മാർക്കറ്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിയുവാണെങ്കിൽ കൂടി നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസേ ഹിറ്റ് ആവത്തുള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് മേളിലേക്ക് പോയിട്ട് തിരിച്ച് താഴോട്ട് വരുന്നത്. അപ്പം ഏതായാലും ഇന്നത്തെ ലോയെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. അത് മാത്രമേ ഒരു ഇതുള്ളൂ, കുഴപ്പമില്ല. ഏതായാലും നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് ട്രേഡിൽ എൻട്രി എടുത്ത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിയുവാണെങ്കിൽ കൂടെ നമുക്ക് പ്രശ്നമില്ല. നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസേ ഹിറ്റ് ആവത്തുള്ളൂ. നമ്മൾ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് ഇന്ന് നമ്മൾ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതായാലും മാർക്കറ്റ് വീണ്ടും നമ്മുടെ കോസ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ ഒന്ന് നമുക്ക് പ്ലേസ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് വരുവാണെങ്കിൽ കൂടെ നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പിൽ കൊടുക്കാം. 450യും ട്രിഗർ വന്നിട്ട് 451ഉം കൊടുക്കാം. ജസ്റ്റ് നമ്മുടെ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം ഏതായാലും മാർക്കറ്റ് ഇനി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, താഴത്തോട്ട് പോകുമോ അതോ നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണോ ഹിറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഇന്നത്തെ ഇനിയിപ്പോൾ ഏതെങ്കിലും അടുത്തൊരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വലിയൊരു വീഡിയോ ആയി പോകും, അതാ പ്രശ്നം. നോക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അടുത്തൊരു എൻട്രി എടുത്തിട്ടുണ്ട് ഞാൻ. സെയിം സ്ട്രൈക്ക് പ്രൈസിലാണ് എൻട്രി എടുത്തത്. ജസ്റ്റ് നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ട്രേഡാണ് ഇതിപ്പോൾ. ജസ്റ്റ് മാർക്കറ്റ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അതൊരു ബുള്ളിഷ് ക്യാൻഡിലുമായി മാറി. ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. പക്ഷേ അവിടുന്ന് തന്നെ ആ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ നമുക്ക് എഗ്നിസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഏതായാലും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്, കുഴപ്പമില്ല. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലാണ് നമുക്ക് നമ്മുടെ എൻട്രി കിട്ടിയത്. അപ്പോൾ റിസ്ക് എടുക്കണ്ട. ഏതായാലും ഇമീഡിയറ്റ്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വെച്ചേക്കാം. കാരണം അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ഫോം ആയിരുന്നു. അഗെയിൻ കോസ്റ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. 449 ആണ് ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു 452 കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കോസ്റ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു ലോയെ ബ്രേക്ക് ചെയ്ത ഉടനെയാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. പക്ഷേ മാർക്കറ്റ് അവിടുന്ന് തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുമായിരുന്നു. ഓക്കെ, എനിവേസ് നമുക്ക് ഏതായാലും 453 നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. 435ഉം 436 ട്രിഗർ ഫൈൻ. 435ഉം 436 റൈറ്റ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇപ്പോൾ ഒരു നെഗറ്റീവ് എന്ന് പറയാം, കാരണം എനിവേസ് നോക്കാം. ഇപ്പോൾ ഏതായാലും അവിടുന്ന് തന്നെ കണ്ടിന്യൂസ്ലി ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കി മാർക്കറ്റ് മേളിലേക്ക് പോവാണ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുവാണെങ്കിൽ ഏകദേശം നല്ല ദൂരമുണ്ട്. നോക്കാം. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് അല്ലാതെ ടാർഗറ്റിലേക്ക് ഇപ്പോൾ ഒരു വലിയ റിജക്ഷൻ കാണിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം വെരി ക്ലോസ് ടു അവർ സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷേ നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം എന്നല്ലേ ഉള്ളൂ. എനിവേസ് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കാം. റെഡിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 435ഉം 436ഉം ആണ് ട്രിഗർ. 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രീമിയം വൈസ് അല്ല, സ്പോട്ട് വൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. പക്ഷേ പ്രീമിയം വൈസ് സ്റ്റിൽ പിക്ചർ അബീബി ബാക്കി ഹേ ഭായി ആണ്. ഏതായാലും നോക്കാം. ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പ്രീമിയം വൈസ് കൂടെ ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിയേക്കാം. വേണമെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ് മാനുവലി, കാരണം
നമ്മുടെ സ്പോട്ട് വൈസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ മാനുവലി ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ഒരു 1500 1600 700 അടുപ്പിച്ച് ലോസ്. ഓക്കെ, നമ്മുടെ ലോസ് ബുക്ക് ചെയ്യുന്ന ട്രേഡേഴ്സ് ഓവറോൾ ഒരു 2000 ലോസാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം.